ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ആലത്തി ബിനേഷ്. അപ്പോൾ ഞാനിന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മൾ തമിഴ് സിനിമയിൽ ഗില്ലി, അതുപോലെ കുറേ പടങ്ങളിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത നമ്മളെ കരാട്ട രാജ് സാർ കണ്ടോ. എങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജോലിക്കാരെടുത്ത് പണിക്കാരെടുത്ത് വന്നിരിക്കുന്നുണ്ടോ. ഇത്രയും നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, സൂപ്പർ ആൾ. ലൊക്കേഷനിൽ ഷൂട്ടിന് പോണേരത്ത് ഇവരെ കണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവർ ജോലി ചെയ്യണ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുത്ത് ഒരു നമുക്ക് ഇവള് വരണോ മറ്റുള്ളൂ ഇതാണ് ആർട്ടിസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളെ മലയാള ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ. അപ്പോൾ കണ്ടില്ല, അവസ്ഥ കണ്ടില്ല, ഇതാണ് സൂപ്പർ മാൻ. അപ്പോൾ കണ്ടോ ആ രാജസാറ് കണ്ട എന്ത് ഡീസൻ്റ് ആയിട്ടാണ് ആ പണിക്കാരുടെ തൊട്ട എന്ത് വെയിലാണെന്നോ. ആ വെയിലത്താണ് അദ്ദേഹം പോയിട്ട് അവിടെ പോയിട്ട് ആ വീഡിയോ എടുക്കണം, ആ ജോലി എടുക്കുന്ന സമയം. ഇപ്പോൾ അവർ ബ്രേക്ക് ടൈമാണ് കേട്ടോ. അവർ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കായിരുന്നു. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. അത് ഞങ്ങൾ അവിടെ നിന്ന് കടപ്പുറ ഏരിയയൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു വീട്ടിലായിരുന്നു നൈറ്റ് ഷൂട്ട്. അവിടെയുള്ള എല്ലാ ജനങ്ങളും ഇരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം കഥകൾ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒപ്പം വിശേഷങ്ങൾ ചോദിക്കണം, അദ്ദേഹം അവരുടെ വിശേഷങ്ങൾ ചോദിക്കണം. എന്ത് രസമായിരിക്കില്ല, അവരുടെ മനസ്സിലൊക്കെ എന്തായിരിക്കില്ല. എത്ര നല്ലൊരു സെലിബ്രിറ്റി ഇങ്ങനെ വന്നിരിക്കലും ആ ചുറ്റുമുള്ള അവിടെയുള്ള ആൾക്കാരൊക്കെ ഇരിക്കണമെങ്കിൽ ആ കുട്ടികളൊക്കെ എൻജോയ് നോക്ക്. എന്ത് രസമായിട്ട് അവരെല്ലാവരും ഇരുന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ. ഇങ്ങനൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവുമോ? ഇത്രയും നല്ലൊരു മനുഷ്യൻ നോക്ക്. ഒരു ജാടാന്ന് പറഞ്ഞ സാധനമല്ല, എല്ലാവരായിട്ട് മിങ്കിളായി നിൽക്കുന്നത്. സെറ്റിലൊക്കെ എന്തൊരു രസമാണെന്നൊക്കെ കാണിക്കുന്നത്. നമ്മളാളെ കാണുമ്പോഴൊക്കെ ഭയങ്കര വില്ലനല്ലേ, മുരടനാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണ്. എന്ത് രസമായിട്ട് ആളവരെ ഓരോരുത്തരായിട്ട് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും. നമ്മൾ ഇന്നവർക്ക് ഞാനിപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കാണട്ടോ. ഭയങ്കര സന്തോഷം തന്നെയായി. അപ്പോൾ മറക്കണ്ട, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ആലത്തി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ.